സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കർഷക സംഘടനകളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ധാരണയുണ്ടാക്കാൻ യുഡിഎഫ് ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കർഷക സംഘടനകളുമായി എഗ്രിമെന്റ് തന്നെ ഉണ്ടാകുമെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. കേരള കോൺഗ്രസ് എമ്മിന്റെ യുഡിഎഫ് പ്രവേശനം തള്ളി കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. LDF-നും UDF-നും ഭരിക്കാൻ വേണ്ടുന്ന സീറ്റുകൾ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല. ഭരണം പിടിക്കുന്നതിൽ സ്വതന്ത്രരുടെ നിലപാട് ഇരുമുന്നണികൾക്കും നിർണായകം. ഭക്തരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വർധനവുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്ത്. വിശദമായ വാർത്തകളിലേക്ക്. കർഷക സംഘടനകളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ധാരണയുണ്ടാക്കാൻ യുഡിഎഫ് ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുതിർന്ന അഭിഭാഷകരുമായി ചേർന്ന് പഠിച്ചിട്ടുണ്ടെന്നും വിഷയം പരിഹരിക്കാമെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് തന്നെ കർഷക സംഘടനകളുമായി ഉണ്ടാകുമെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ. വിഷയം സംസ്ഥാനത്തെ കർഷക സംഘടനാ നേതാക്കളും UDF നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നും റസാഖ് ചൂരവേലിൽ സിറ്റി വിഷനോട് പറഞ്ഞു. UDF ഇത്തവണ ഈ വിഷയം സമഗ്രമായി വലിയ സീനിയർ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും അതുവഴി ഇത് പരിഹരിക്കാൻ സിമ്പിളായി പരിഹരിക്കാവുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് തന്നെയാണ്. അല്ലാതെ ഒരു ഇലക്ഷൻ ഓഫർ എന്ന നിലയ്ക്കല്ല പറഞ്ഞിരിക്കുന്നത്. അതിന് വ്യക്തമായ ഒരു എഗ്രിമെൻ്റ് തന്നെ ഈ വരാൻ പോകുന്ന ഇലക്ഷന് മുമ്പ് കർഷക സംഘടനകളായിട്ടുണ്ടാകും. ആ ഉണ്ടാകുന്ന കാര്യം സമയബന്ധിതമായി ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തീർക്കാവുന്ന കാര്യങ്ങൾ, 6 മാസത്തിനുള്ളിൽ തീർക്കാവുന്ന കാര്യങ്ങൾ, അങ്ങനെ സമയബന്ധിതമായി തീർക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് സ്റ്റേറ്റ് ലെവലിൽ കർഷക സംഘടനകളുടെ ഗ്രൂപ്പും ഈ പറയുന്ന UDF വിങ്ങുമായി ചർച്ചയുണ്ടാകും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കർഷക സംഘടനകളുടെ പിന്തുണ UDF ഉറപ്പിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അശ്വതി, ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുന്നേറ്റമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞിരുന്നത് ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നിയമ ഭേദഗതിയും ചട്ടരൂപീകരണവും അത് വിജ്ഞാപനം ഇറക്കിയതുമൊക്കെയായിരുന്നു. ഈ ഈ നിയമ ഭേദഗതി എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും ആദ്യം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നത് അതിജീവന പോരാട്ടവേദി അടക്കമുള്ള ഇടുക്കിയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര കർഷക സംഘടനകളുമായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് അതിജീവന പോരാട്ടവേദിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ആ എതിർപ്പ് അവർ മുന്നോട്ട് തന്നെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ചട്ടമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ എതിർപ്പാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ UDF-ഉം ഈ ചട്ടത്തെ അടക്കം എതിർക്കുകയും ഇത് പണമുണ്ടാക്കാനുള്ള ഒരു സർക്കാരിന്റെ തന്ത്രമായി മാറുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ആരോപണമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് UDF-ഉമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും UDF ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ അതിജീവന പോരാട്ടവേദിയുടെ ചെയർമാൻ റസാഖ് ചൂരവേലിൽ തന്നെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് UDF കൃത്യമായ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു തിരിച്ചറിവ് UDF-ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ഈ നിയമം റദ്ദു ചെയ്യുകയും നിലവിലുള്ള നിയമം റദ്ദു ചെയ്ത പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരികയും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ഈ സ്വതന്ത്ര കർഷക സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വെറിയ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ കേരളത്തിലെ സ്വതന്ത്ര കർഷക സംഘടനകളുമായി എല്ലാം തന്നെ കൂടിയാലോചിക്കുകയും UDF നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ പദ്ധതി രേഖ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് സ്വതന്ത്ര കർഷക സംഘടനകൾ. അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, ഏത് സമയത്തിനുള്ളിൽ നടപ്പിലാക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ UDF-ഉമായിട്ടൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം തീരുമാനം എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ UDF-ന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് സ്വതന്ത്ര കർഷക സംഘടനകൾ പോകും എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മറ്റൊരു അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ പോലും അവർ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് റവന്യൂ വനം വകുപ്പുകൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും അത് തുറന്നു കാണിക്കും എന്ന തരത്തിലാണ്
പ്രചരണമടക്കം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അതിജീവന പോരാട്ട വേദി അടക്കമുള്ള സംഘടനകളുടെ പ്രതികരണം ആ തരത്തിൽ തന്നെയായിരുന്നു. റവന്യൂ വനം വകുപ്പുകൾ നടത്തിയ അടിച്ചേൽപ്പിച്ച ജനവിരുദ്ധ നിയമങ്ങളുടെ പേരിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്നുള്ളതായിരുന്നു അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആ തരത്തിൽ പ്രതികരിച്ചത്. ഇടുക്കിയിലെ ജനങ്ങളെ കരകയറ്റുക എന്നുള്ള ഒരു നിലപാടുമായി മുമ്പോട്ട് പോകും, ആ നിലപാട് മുമ്പോട്ട് ഉണ്ടാകും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ UDF-ഉമായി ഒരു ധാരണയുണ്ടാക്കി അത് കൃത്യമായ എഗ്രിമെന്റ് ഉണ്ടാകും എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ നിയമ ഭേദഗതി വീണ്ടും കൊണ്ടുവരുവാനാണ് UDF അധികാരത്തിലെത്തിയാൽ കൊണ്ടുവരുമെങ്കിൽ അത് എന്ന് കൊണ്ടുവരും, എത്ര സമയത്തിനുള്ളിൽ നടപ്പിലാക്കും, എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് കർഷക സംഘടനകളുമായി കൃത്യമായ ധാരണയും എഗ്രിമെന്റും ഉണ്ടാക്കിയായിരിക്കും UDF മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ കാലേകൂട്ടി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ മാറ്റി UDF ഉപയോഗപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി UDF-നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ആരോപണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ ഇടതുപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ഭൂനിയമ ഭേദഗതിയെ റദ്ദു ചെയ്ത് പുതിയൊരു നിയമം, ഇല്ലെങ്കിൽ കർഷകന് അനുകൂലമായി കർഷക സംഘടനകൾ പറയുന്ന തരത്തിലേക്ക് ഒരു നിയമം എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർഷക സംഘടനകളുണ്ട്. എന്തായിരുന്നാലും അധികം വൈകാതെ തന്നെ കർഷക സംഘടനകളും UDF നേതാക്കന്മാരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി. സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനം തള്ളി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇതൊരു സെമി ഫൈനൽസാണ്. ഫൈനൽസിൽ ഇതിനേക്കാൾ നേട്ടമുണ്ട്. ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റി 9 പഞ്ചായത്ത്, ആ ഒരു മുനിസിപ്പാലിറ്റി 9 പഞ്ചായത്തിൽ അത് അവർ പ്രതികരിക്കുന്നില്ല. ഈ സ്വർണ്ണപ്പാളയം കൊണ്ടുപോയിട്ട് വരും നടന്നത്. അതുകൊണ്ട് മൂകസാക്ഷികളായി നിൽക്കുന്നു. അവിടെ ഒരു പ്രസക്തിയില്ല. ഈ വാഗ്ദാനങ്ങൾ ഇടുക്കി പാക്കേജ് 12,000 കോടി എത്രയാണ് പാക്കേജ്? നടപ്പാക്കിയത് 56 കോടിയുടെ AS കൊടുത്തു. 12,000 ഒരു വയസ്സിൽ. അപ്പം അത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അന്ന് പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചടിയാണ്. കട്ടപ്പനയിൽ 9 പഞ്ചായത്തുകളോട് ജനങ്ങളൊക്കെ ഈ നഗരസഭാ അധ്യക്ഷ രൂപീകരണ ചർച്ചകളൊക്കെ തുടങ്ങി. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. LDF-നും UDF-നും ഭരിക്കാൻ വേണ്ടുന്ന സീറ്റുകൾ പഞ്ചായത്ത് ലഭിച്ചിട്ടില്ല. ഒരു സ്വതന്ത്രനും പഞ്ചായത്ത് പരിധിയിൽ വിജയിച്ചു. ഭരണം പിടിക്കുന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് ഇരുമുന്നണികൾക്കും നിർണായകമാണ്. കഴിഞ്ഞ തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF ഭരണം നടത്തിയ പഞ്ചായത്തായിരുന്നു പള്ളിവാസൽ. എന്നാൽ ഇത്തവണ പള്ളിവാസൽ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. 14 സീറ്റുകളാണ് പഞ്ചായത്തിലാകെയുള്ളത്. ഇതിൽ 7 സീറ്റുകളിൽ UDF വിജയിച്ചു. 6 സീറ്റുകളിൽ LDF വിജയിച്ചപ്പോൾ ഒരു സ്വതന്ത്രനും പഞ്ചായത്തിലേക്ക് വിജയിച്ചെത്തി. ഭരണം പിടിക്കുന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് ഇരു മുന്നണികൾക്കും നിർണായകമാണ്. 7 സീറ്റുകളുള്ള UDF-നൊപ്പം സ്വതന്ത്ര അംഗം നിന്നാൽ UDF-ന്റെ അംഗസംഖ്യ 8 ആവുകയും ഭരണത്തിലെത്താൻ കഴിയുകയും ചെയ്യും. സ്വതന്ത്രന്റെ പിന്തുണ LDF-നാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം LDF-നും UDF-നും 7-7 എന്ന നിലയിലാകും. അങ്ങനെയെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഭരണം നിശ്ചയിക്കേണ്ടി വരും. സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ നേടാൻ LDF-ഉം UDF-ഉം നീക്കങ്ങൾ നടത്തുന്നതായാണ് വിവരം. 2015 തെരഞ്ഞെടുപ്പിൽ UDF ആയിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ ഭരണം LDF പിടിച്ചെടുത്തു. LDF-നെ സംബന്ധിച്ച ഇത്തവണ വിജയം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു പള്ളിവാസൽ. സിറ്റി വിഷൻ, അടിമാലി. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിലേക്ക് സ്വതന്ത്ര അംഗമായി വിജയിച്ചെത്തിയ വർഗീസ് കാവുങ്കലിന്റെ പിന്തുണ LDF-ന്. താനും തന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ട് തന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നും വർഗീസ് കാവുങ്കൽ പറഞ്ഞു. വർഗീസ് കാവുങ്കലിന്റെ നിലപാട് പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ നിർണായകമാണ്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിന്നായിരുന്നു വർഗീസ് കാവുങ്കൽ സ്വതന്ത്ര അംഗമായി മത്സരത്തിനിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിജയം വർഗീസിനൊപ്പം നിന്നു. അതിനൊപ്പം പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യം
പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യം വർഗീസ് കാവുങ്കലിന്റെ നിലപാടിനൊപ്പമായി എന്നതും ശ്രദ്ധേയമായി. 14 സീറ്റുകളാണ് പഞ്ചായത്തിൽ ആകെയുള്ളത്. ഇതിൽ 7 സീറ്റുകളിൽ UDFും 6 സീറ്റുകളിൽ LDFും വിജയിച്ചു. 7 സീറ്റുകളുള്ള UDFിനൊപ്പം വർഗീസ് നിന്നാൽ പഞ്ചായത്തിലെ ഭരണം UDFിനാകും. വർഗീസിന്റെ പിന്തുണ LDFിനാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം LDFിനും UDFിനും 7-7 എന്ന നിലയിലാവുകയും ചെയ്യും. പിന്നീട് നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് ഭരണം നിശ്ചയിക്കേണ്ടതായി വരും. തന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതിനും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ട് തന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നുമാണ് വർഗീസ് കാവുങ്കലിന്റെ നിലപാട്. കർഷകരും പരിമിത കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന സമൂഹമാണ് എന്നോടൊപ്പം പ്രവർത്തിച്ചത്. അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനവുമായ ലക്ഷ്യം. അതിന് സ്ഥാനമാനങ്ങളോ മറ്റൊന്നും എന്നെ പ്രലോഭിപ്പിക്കില്ല. 22 വോട്ടിനാണ് വർഗീസ് കാവുങ്കൽ ഇത്തവണ വിജയം കരസ്ഥമാക്കിയത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയ വർഗീസ് 21 വോട്ടിന് പരാജയപ്പെട്ടിരുന്നു. 21 വോട്ടിനേക്കാൾ 1 വോട്ട് അധികം നേടിയാണ് ഇത്തവണ വർഗീസ് വിജയിച്ചത്. 6 സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണ പള്ളിവാസൽ പഞ്ചായത്തിലെ 13 വാർഡിൽ മത്സര രംഗത്തുണ്ടായിരുന്നത്. 276 വോട്ടുകളാണ് വർഗീസ് കാവുങ്കലിന് ആകെ ലഭിച്ചത്. സിറ്റി വിഷൻ, അടിമാലി. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഒരു വോട്ട് ഒരു പഞ്ചായത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമായാലോ. ബൈസൺവാലി പഞ്ചായത്തിലെ 13ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ശാലിമോൾ വിജയിച്ചത് 1 വോട്ടിനാണ്. 14 വാർഡുകളുള്ള ബൈസൺവാലി പഞ്ചായത്തിൽ 8 വാർഡുകളിലായിരുന്നു LDF വിജയിച്ചത്. ശാലിമോൾക്ക് വിജയം സമ്മാനിച്ച 1 വോട്ടാണ് ബൈസൺവാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ LDFനെ സഹായിച്ചതെന്ന് പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ജയപരാജയങ്ങളെ തടഞ്ഞു നിർത്താൻ ചൂണ്ടുവിരലിൽ മഷി പരളുന്ന ഒരു വോട്ടിന് സാധിക്കും. ജയപരാജയം മാത്രമല്ല, ഒരു ഭരണം നിലനിൽക്കുന്നതിൽ 1 വോട്ട് നിർണായകമായ കാഴ്ചയാണ് ബൈസൺവാലി പഞ്ചായത്തിൽ ശനിയാഴ്ച കണ്ടത്. പഞ്ചായത്തിലെ 13ാം വാർഡിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി ശാലുമോൾ വിജയിച്ചത് 1 വോട്ടിന്. ഞാൻ 1 വോട്ടിന് ഇവിടെ നിന്ന് ജയിച്ചിരിക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു. ശാലിമോൾക്ക് വിജയം സമ്മാനിച്ച 1 വോട്ടാണ് ബൈസൺവാലി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ LDFനെ സഹായിച്ചതെന്ന് പറയാം. 14 വാർഡുകളുള്ള പഞ്ചായത്തിൽ ശാലുമോളുടെ വിജയമടക്കമാണ് LDF 8 സീറ്റുകൾ നേടിയത്. UDF ബൈസൺവാലി പഞ്ചായത്തിൽ 5 സീറ്റുകളും NDA 1 സീറ്റും കരസ്ഥമാക്കി. ശാലുമോൾക്ക് 1 വോട്ട് അധികമായി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ വാർഡിലെ വിജയം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കേണ്ടതായി വരുമായിരുന്നു എന്നത് മാത്രമല്ല, ഒരുപക്ഷെ പഞ്ചായത്തിന്റെ ഭരണം നയിക്കുന്ന കാര്യത്തിലടക്കം മുന്നണികളുടെ സാധ്യതയിലും മാറ്റമുണ്ടായേക്കാമായിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ആദ്യം ശരണമന്ത്രം. ഭക്തരുടെ എണ്ണം
എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വർധനവുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിയുന്ന ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്ത് ക്രമം തെറ്റിച്ചെത്തുന്ന ഭക്തർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് കാത്തുനിൽക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ വർഷം ഈ സമയം 21 ലക്ഷം ഭക്തരാണ് എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് 25 ലക്ഷം പിന്നിട്ടു. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് വന്നെങ്കിലും അത് പരിഹരിക്കുവാൻ സാധിച്ചു. വെർച്വൽ ക്യൂ പാസ് അനുവദിച്ചിരിക്കുന്ന ദിവസം തന്നെ ഭക്തർ പലരും എത്താതിരിക്കുന്നതിനാലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. പാസ് അനുസരിച്ച് അതേ ദിവസം തന്നെ ഭക്തർ എത്തിയാൽ എല്ലാവർക്കും ദർശനത്തിന് സമയം ലഭിക്കും. ക്രമം തെറ്റിച്ചെത്തുന്ന ഭക്തർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് കാത്തുനിൽക്കാൻ തയ്യാറാകണമെന്നും ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്ത് പറഞ്ഞു. 21 ലക്ഷം ആൾക്കാർ വന്ന സ്ഥലത്ത് ഏകദേശം 25 ലക്ഷത്തോളം ആൾക്കാരാണ് മിനിഞ്ഞാന്നത്തെ കണക്കനുസരിച്ച് വന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ വരുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള സേനാവിന്യാസം നടത്തി കഴിഞ്ഞു. ഇത്രയും ആൾക്കാർ കാക്ഷിക്കുന്ന ദർശനമാണ് നിങ്ങൾ നേടാൻ വരുന്നത്. ഇത്തവണത്തെ പ്രത്യേകത വാരാന്ത്യ ദിവസങ്ങളിൽ തിരക്ക് കുറയുന്നു എന്നതാണ്. എന്നാൽ പ്രവൃത്തി ദിവസങ്ങളിൽ വലിയ തോതിൽ ഭക്തർ എത്തുകയും ചെയ്യുന്നുണ്ട്. ഡിസംബർ അവസാന വാരത്തോടെ തിരക്ക് കൂടുമെന്നാണ് പ്രതീക്ഷ. ദർശനം സുഗമമാക്കാൻ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിറ്റി വിഷൻ സന്നിധാനം. ഓൺലൈൻ വ്യാപാരം വ്യാപകമായ ഇക്കാലത്ത് ചെറുകിട വ്യാപാരികളുടെ വ്യാപാരവും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തപ്പെടുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകപ്പെടുന്ന കൂപ്പൺ വിതരണത്തിന്റെ രാജാക്കാട് യൂണിറ്റ് തല ഉദ്ഘാടനം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസംബർ 15 മുതൽ മാർച്ച് 31 വരെയാണ് വ്യാപാരോത്സവം നടക്കുന്നത്. ബമ്പർ സമ്മാനമായി ഇന്നോവ ക്രിസ്റ്റ കാറും 5 മണ്ഡലങ്ങളിലായി 5 മാരുതി ആൾട്ടോ കാറുകളും കൂടാതെ TV, ഫ്രിഡ്ജ് അടക്കമുള്ള 13 സമ്മാനങ്ങളും നൽകും. ഒരു കൂപ്പൺ 13 പ്രാവശ്യം നറുക്കെടുത്ത് സമ്മാനങ്ങൾ നൽകും. യൂണിറ്റുകളിലെ പ്രധാന സ്ഥാപനങ്ങളിൽ പ്രത്യേക നറുക്കെടുപ്പുകളും നടത്തും. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് കൂപ്പൺ ലഭിക്കുക. രാജാക്കാട് ബെന്നിസ് ജുവലറി ഉടമ ബെന്നി ജോസഫിന് കൂപ്പണും പോസ്റ്ററും നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് VS ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് ഒരു നാടിൻ്റെ ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷന് കീഴിലുള്ള ഏതൊരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾ ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് ഓരോ കൂപ്പൺ സൗജന്യമായിട്ട് ലഭിക്കും. ആ കൂപ്പണുകൾ 13 നറുക്കെടുപ്പുകളാണ് നടക്കുന്നത്. ഒരു കൂപ്പണെ തന്നെ 13 പ്രാവശ്യം, അതായത് ഇന്ന് 15-ാം തീയതി മുതൽ മാർച്ച് മാസം 31-ാം തീയതിക്കകം 13 നറുക്കെടുപ്പുകൾ തന്നെ നടക്കും. ആ നറുക്കെടുപ്പിൽ നിരവധി സമ്മാനങ്ങളാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറാണ്. രണ്ടാം സമ്മാനം 5 ഓൾട്ടോ കാറുകളാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുപിള്ളാട്ട്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ, ട്രഷറർ VC ജോൺസൺ, ഭാരവാഹികളായ KG മകേഷ്, അനീഷ് ലാൽ, ബിനീഷ് ബേബി, ഗ്രേസി സേവിയർ, VS അരുൺ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ജില്ലാ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം യൂണിറ്റിന്റെ കൂപ്പൺ ലോഞ്ചിംഗ് നടന്നു. ജില്ലയിലെ വ്യാപാര മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം നടത്തുന്നത്. വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 31 വരെ ജില്ലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പണുകൾ നൽകും. ഒന്നാം സമ്മാനമായി ഒരു ഇന്നോവ കാറാണ് നൽകുന്നത്. കൂടാതെ 5 മണ്ഡലങ്ങളിലും ഓരോ ഓൾട്ടോ കാറുകളും നൽകും. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ തുടങ്ങി വിവിധ സമ്മാനങ്ങളും നൽകും. ഇങ്ങനെ 1 കോടിയോളം രൂപയുടെ സമ്മാനങ്ങളാണ് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകുന്നത്. ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. 5 മണ്ഡലങ്ങളിലും 5 ആൾട്ടോ കാറുകൾ കൊടുക്കുന്നുണ്ട്. ഓരോ ആൾട്ടോ കാർ വെച്ച് 5 മണ്ഡലങ്ങളിലും കൊടുക്കുന്നുണ്ട്. ഓരോ ദ്വൈവാരത്തിലും 2 ആഴ്ച കൂടുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും നറുക്കിട്ട് ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, കുക്കർ, അയൺ ബോക്സ് നിരവധിയായ സമ്മാനങ്ങളാണ് നമ്മൾ ഇതുവഴി വിതരണം ചെയ്യുന്നത്. നെടുങ്കണ്ടം യൂണിയന്റെ സമ്മാന കൂപ്പൺ ലോഞ്ചിംഗ് യൂണിറ്റ് പ്രസിഡന്റ് R. സുരേഷ് നിർവഹിച്ചു. ഭാരവാഹികളായ ജെയിംസ് മാത്യു, സജീവ് R. നായർ, PS. സലീം, ബിനോയ് പ്ലാമൂട്ടിൽ, MM. ദേവസ്യ, MS. മഹേശ്വരൻ, ജോയോ P. ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം.
90s 11 ക്രിക്കറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ 90s സൂപ്പർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് രാജക്കാട്ടിൽ മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. വിജയിച്ച ടീമുകൾക്കുള്ള സമ്മാനദാനം നിയുക്ത പഞ്ചായത്ത് അംഗം ജോഷി കന്യാകുഴി നിർവഹിച്ചു. ഫസ്റ്റ് മാച്ചിന്റെ ഉദ്ഘാടനം ബോൾ തട്ടി ഇപ്പോൾ മെമ്പർ ഉദ്ഘാടനം ചെയ്തതാണ്. വളർന്നുവരുന്ന പുതിയ തലമുറയിൽ ക്രിക്കറ്റിനോട് താല്പര്യമുള്ളവരെ കണ്ടെത്തുകയും പ്രോത്സാഹനം നൽകുന്നതിനുമായി പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് ടീമായ 90s 11 നേതൃത്വത്തിലാണ് 90s സൂപ്പർ കപ്പ് സിന്തറ്റിക് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് രാജാക്കാട്ടിൽ സംഘടിപ്പിച്ചത്. 8 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ സൂപ്പർ ലൈറ്റീസ് രാജാക്കാട് വിജയകിരീടം ചൂടി. 10,000 രൂപയും ട്രോഫിയും അടങ്ങുന്നതായിരുന്നു സമ്മാനം. നിയുക്ത പഞ്ചായത്ത് അംഗം ജോഷി കന്യാകുഴിയിൽ വിജയിച്ച ടീമുകൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം നടത്തി. ഇവിടെ നടത്തിയ ഈ പ്രോഗ്രാം ഇന്ന് സമൂഹത്തിലെ ജനങ്ങൾക്ക് തന്നെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. കാരണം ഒരുപറ്റം ചെറുപ്പക്കാർ നൈസ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുകയും അതിൻ്റെ അകത്ത് നിങ്ങളെപ്പോലെ യുവജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടുകൊണ്ട് ഈ നാടിന് അഭിമാനമാകുന്ന രീതിയിൽ 8 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ ക്രിക്കറ്റ് മത്സരം അതിഗംഭീരമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി സംഘടിപ്പിച്ച ടൂർണമെന്റിന് അരുൺ കെ അരവിന്ദ്, ലല്ലു രാജാക്കാട്, അച്ചു രാജാക്കാട്, പ്രിൻസ് കൊല്ലപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. ഹൈറേഞ്ച് NSS യൂണിയൻ കുടുംബസംഗമ സമാപനം നെടുങ്കണ്ടത്ത് നടന്നു. നായർ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ നടന്ന പ്രകടനത്തിൽ വിവിധ കരയോഗങ്ങളിൽ നിന്നായി 2000-ഓളം പേർ പങ്കെടുത്തു. ഹൈറേഞ്ച് NSS യൂണിയന്റെ സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് സമാഗമം 2025 എന്ന പേരിൽ വിവിധ മേഖലകളിൽ കുടുംബസംഗമങ്ങൾ നടത്തിവന്നത്. ഇതിന്റെ സമാപനമായി വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ നെടുങ്കണ്ടം ടൗണിൽ നടന്ന പ്രകടനത്തിൽ നെടുങ്കണ്ടം ബാലഗ്രാം മേഖലകളിലെ 12 കരയോഗങ്ങളിൽ നിന്നായി 2000-ലധികം സമുദായാംഗങ്ങൾ പങ്കെടുത്തു. തുടർന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നായർ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. നായർ സമുദായ അംഗങ്ങളും ഭാരവാഹികളും സ്വന്തം നേട്ടത്തിനായി പ്രവർത്തിക്കാതെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റിയെ പൊതുസമൂഹം അംഗീകരിക്കുന്നതെന്ന് ഹരികുമാർ കോയിക്കൽ പറഞ്ഞു. നായർ സമുദായം സംഘടിതമാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് വളർന്ന NSS സ്വാർത്ഥമോഹികളായ 4-5 പേർ ഉയർത്തുന്ന അപസ്വരങ്ങൾ ഒരു വെല്ലുവിളിയായി കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾ യൂണിയൻ ഈ മേഖല തൂത്തുവാരി എന്ന് പറയുന്നതിൽ ഒരു പണി വരാതിരുന്നിരുന്നെങ്കിൽ ഒരു നഷ്ടമായ ഒരു സംഘടിത ശക്തിക്ക് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ മലയോര പ്രദേശമായ ഹൈറേഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിൽ 12 കരയോഗങ്ങൾക്ക് ഇത്രയധികം ആൾ കൂടാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ ഏതാണ്ട് 86 പരം കരയോഗങ്ങൾ ഒന്നുചേരാനുള്ള സ്ഥലസൗകര്യം ഇവിടെ ഇല്ല എന്ന് നിമിഷം പറഞ്ഞത് വാസ്തവം. സമ്മേളനത്തിൽ ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഭരണസമിതി അംഗവും NSS പ്രതിനിധി സഭാ മെമ്പറുമായ PC സന്തോഷ് കുമാർ, യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ GA സുരേഷ് കുമാർ, KV അജയകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി M നായർ, BK ശ്രീനിവാസൻ, BC അനിൽകുമാർ, നെടുങ്കണ്ടം കരയോഗം പ്രസിഡന്റ് K സുരേഷ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ KR ഉണ്ണികൃഷ്ണൻ നായർ, AN ജയചന്ദ്രൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിയൻ, വനിതാ യൂണിയൻ ഭാരവാഹികൾ പ്രകടനത്തിനും സമ്മേളനത്തിനും നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച ജനപ്രതിനിധികളെ സമ്മേളനത്തിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് മേഖലയിലെ വനിതാ സമാജം, ബാലസമാജം അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,410 രൂപ, പവന് 99,280 രൂപ, വെള്ളി ഗ്രാമിന് 203 രൂപ.
പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. കർഷക സംഘടനകളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ധാരണയുണ്ടാക്കാൻ UDF ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കർഷക സംഘടനകളുമായി എഗ്രിമെന്റ് തന്നെ ഉണ്ടാകുമെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനം തള്ളി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. LDF-നും UDF-നും ഭരിക്കാൻ വേണ്ടുന്ന സീറ്റുകൾ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല. ഭരണം പിടിക്കുന്നതിൽ സ്വതന്ത്രരുടെ നിലപാട് ഇരുമുന്നണികൾക്കും നിർണായകം. ഭക്തരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വർധനവുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.